പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങാൻ പോവാണ്. പാതി വെളിച്ചത്തിലൂടെ ഞാനെന്നാണ് ആ സെഗ്മെൻറ്റിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇവിടെ എല്ലാവരും ഗ്യാങ്ങായിട്ടാണ്, ഞാൻ മാത്രമാണ് ഒറ്റയ്ക്ക്. ഉണ്ടോ നമ്മുടെ ഈ ഒരു സെക്ഷൻ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. അത് ആ സൈഡിലൊക്കെ പിള്ളേരുണ്ടാണ്. എൻ്റെ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ. ഈ സ്റ്റുഡൻസ് ഹോൾ എവിടെ നിന്നോ? സ്റ്റുഡൻസ് ഹോൾ ലൈബ്രറിയുടെ സൈഡിലായിട്ട്. ആരെങ്കിലും വരും? അല്ല, ആരെങ്കിലും വരുമെന്ന് വെച്ചാൽ കാണിച്ചു തരും. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളങ്ങനെ ഇന്ന് കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ 3 ദിവസം ക്ലാസ്സില്ല. 3 ദിവസം ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച എന്തിൻ്റെയോ ലീവ് ഉണ്ട്, കണ്ടല്ലോ, എന്തിനാന്ന് അറിയത്തില്ല. അവർ രണ്ടിനും ഇറങ്ങി വരുന്നു. ആര് അവനെ കൊണ്ടുവന്നില്ല കേട്ടോ, അവൻ കയറുന്നില്ല. ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇറങ്ങ കൂട്ടാം. ഇത് ക്യാമറയാണ്. ഇതിന് മുമ്പ് ഇവിടെ ആൾക്കാർ പാസ്സാകുമ്പോഴേക്കും വെച്ചേക്കണേ. പോണ്ട ബോട്ട് ഇങ്ങോട്ട് പോകും. മെട്രോ പോകുന്നുണ്ടോടാ? ഇങ്ങോട്ട് പോയി. ഇതിന്റെ ഇത് കൊണ്ടാ കാണാം. ഈ സമയത്ത് ഇറങ്ങുമ്പോ കാണാറുണ്ട്. ഇനിയിപ്പോ അവിടെ പാദം പണി തീർന്നെങ്കിൽ പിന്നെ പാലത്തിന്റെ പണി തീർന്നോന്ന് അറിയത്തില്ല. നിർത്തിട്ടൊക്കെ അതിനാ പോക്കൂടെ? ശരിയാ, ഇനിയുണ്ടോ? പിന്നെയുള്ള ചിലപ്പോ ഇച്ചിരി എടുത്ത് മൊത്തോട്ട്. ഹലോ, ഇന്നലെ വരാത്തോണ്ട് കണ്ടില്ലല്ലോ, മറന്നുപോയോ? ആ, എന്നെ വിളിക്കൂലേ? വരുന്നതിന് മുമ്പ് വിളിക്കൂലേ? ആ. ഈ ഒരു പെണ്ണെ പത്രം എടുത്തില്ലേ ഈ പറ്റി കുടിയ ചിലപ്പം വിചാരിച്ചു എന്താ സാമർത്ഥ്യം. മനുഷ്യനെ ഉറക്കത്ത് വരിക, പിന്നെ പുള്ളിക്ക് നേരം വെളുത്ത രാത്രി. ഇന്നെന്തോ ഭയങ്കര കഥ പറഞ്ഞു. ഇന്ന് ഉറങ്ങിയിട്ടില്ല ഞാൻ പോകുന്നവരെ. ഇന്നെന്തോ ഒരു പദ്ധതി. പുള്ളി ഉറങ്ങുന്നതാ. 2:45 കുത്തി എഴുന്നേപ്പിച്ചത്. ജനലേ അതേ കൂടെ അങ്ങ് അറ്റം വരെ കയറും, ചാടും. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇനി ഇവിടെ നിന്നൊരു മാമിനെ കാണാനുണ്ട്. 1:15 സമയമായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. 1:15 ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ബാഗ് എടുത്തോടെ വെച്ചിട്ടുണ്ട്. ആ ഒരു മൂലയ്ക്ക് അവിടെ പിള്ളേരൊക്കെ ഒന്നും കറക്റ്റ് കാണത്തില്ല. ഓക്കെ, ഇനി അവിടെ നിന്ന് ആ ബാഗ് എടുത്തിട്ട് എനിക്കിനി പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ ക്ലാസ് ഉണ്ട്, അവിടെ പോകണം. ആക്ച്വലി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ മാമിനെ എനിക്ക് 1:15 കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോയി. നോക്കാം. അപ്പം മാമിനെ കണ്ടിറങ്ങിയത് എൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതെടുത്തിട്ട് വേഗം പോകാം, നമ്മുടെ സമയം പോയി. ഈ സ്റ്റുഡൻസ് ഹോൾ എവിടെ നിന്നോ? സ്റ്റുഡൻസ് ഹോൾ ലൈബ്രറിയുടെ സൈഡിലായിട്ട്. മറ്റേ ആ കടയിൽ നമ്മൾ ഷോപ്പിന്റെ സൈഡിലായിട്ട് സ്റ്റുഡൻസ് ഹോൾ. ഓക്കെ.
റൈറ്റ് സൈഡിൽ അല്ല ആ ഷോപ്പല്ല ടീ ഷോപ്പ് ബുക്ക് ഷോപ്പ്. ആരെങ്കിലും ഒന്ന് വരും അല്ല ആരെങ്കിലും ഒന്ന് വരുമെന്ന് വെച്ചാൽ അത് കാണിച്ചു തരും. സ്റ്റുഡൻസോട് ഞാൻ വന്നിട്ടില്ല. ഒന്നാമത് ഫസ്റ്റ് സ്ഥലമൊക്കെ പരിചയമാണ്. ഇതാണ് താങ്ക് യു. ട്രെയിനിങ് തുടങ്ങിയോ? പ്ലേസ്മെൻറ്റിൻ്റെ ക്ലാസ് തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല. എന്തോ 1:30 തുടങ്ങുന്നു. ആണോ? ഇന്ന് ഉച്ചയ്ക്ക് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ. ഇപ്പം ഞാൻ രാത്രി വീട്ടിലെത്തി. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങാൻ പോവാണ്. പാതി വെളിച്ചത്തിലൂടെ ഞാനെന്നാണ് ആ സെഗ്മെൻറ്റിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റുഡൻസ് ഹാളിലേക്ക് ഞാൻ പോയത് കണ്ടില്ലേ? സംഭവം നമ്മൾ ഇന്നലെ പാസ്സായ വഴിയാണ്. അതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പാസ്സായ വഴിയാണ്. പക്ഷെ അത് സ്റ്റുഡൻസ് ഹാളാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, ഞാനൊരു ലിഫ്റ്റ് കയറിയപ്പോൾ കണ്ട പെൺകുട്ടികളുടെ അടുത്ത്, അവരുടെ പേരൊന്നും എനിക്കറിയില്ല, പെൺകുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞു തന്നു ഇന്ന സ്ഥലത്താണ്. പക്ഷെ അവർ പറഞ്ഞു തരുമ്പോൾ ഇത് ആ ലാൻഡ്മാർക്ക് വെച്ച് കണ്ടുപിടിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. ബുക്ക് സ്റ്റോളിനടുത്ത് നിന്നൊക്കെ പറഞ്ഞപ്പോൾ ലൈബ്രറി എന്നുള്ളത് എനിക്കറിയാം. നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്ന ഒരു വലിയ കെട്ടിടം നമ്മൾ കാണാറില്ലേ, ആ ലൈബ്രറി ഞാൻ എക്സാം ഒക്കെ എഴുതുകൊണ്ട് പോകാറുണ്ട്, അത് മനസ്സിലായി. പക്ഷേ ഈ ബുക്ക് സ്റ്റോൾ എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയില്ല. കാരണം ഞാനവിടെ പോയിട്ടില്ല അധികം. അപ്പം കൺഫ്യൂഷനായി, ഇത് എവിടെയാണ്. പിന്നെ ആ പെൺകുട്ടികളിലൊരാൾ എന്നെ അവിടെ അതിനു മുമ്പിൽ കൊണ്ടുപോയി വിട്ടതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ബുക്ക് സ്റ്റോളിനടുത്ത് സ്റ്റുഡൻസ് ഹാൾ എന്ന് പറയുമ്പം കാഴ്ചയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്താൻ പറ്റും. പക്ഷേ എനിക്ക് കാഴ്ചയുടെ ഈ പരിമിതി ഉള്ളത് കൊണ്ട് എന്താ പറയുക, അത്ര എളുപ്പത്തിൽ എനിക്ക് ആ സ്ഥലം കണ്ടുപിടിക്കാനോ അവിടെ എത്തിപ്പെടാനോ പറ്റില്ല. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടതാണ് പറ്റിയില്ല, ഒരു ഹെൽപ്പ് തേടേണ്ടി വന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പാതി വെളിച്ചത്തിലൂടെ ഞാൻ എന്ന സെഗ്മെൻറ്റിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന, അതായത് നിങ്ങൾക്ക് കാണുമ്പം ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം. ആ കാര്യം ഒരു കാഴ്ചാപരിമിതനായ വ്യക്തി എന്ന നിലയിൽ ഞാൻ എങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ ഒരു സംഭവത്തെ അഭിമുഖീകരിച്ചത്, ഇതാണ് ഞാൻ പാതി വെളിച്ചത്തിലൂടെ ഞാനെന്ന വിഷയത്തിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ വേണേൽ വ്യക്തമാക്കി തരാം. ഓക്കെ, അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ ഇനിയുള്ള വീഡിയോസിലൊക്കെ പാതി വെളിച്ചത്തിലൂടെ ഞാനെന്ന സെഗ്മെൻ്റ് ഉണ്ടാവും. അന്നേ ദിവസം നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ, അതായത് നോർമലായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായൊരു കാര്യമായിരിക്കാം. അത് കാഴ്ചപരിമിതനായ ഞാനത് എങ്ങനെയാണ്, എനിക്കെങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ കാര്യത്തെ നോക്കിക്കണ്ടത് എന്നുള്ള രീതിക്ക് പാതി വെളിച്ചത്തിലൂടെ ഞാൻ ആ സെഗ്മെൻറ്റിലൂടെ ഞാൻ പറയും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം.